വിദൂരതയിൽ നിന്ന് ഒഴുകി വരുന്ന രണ്ട് ഇണപ്രാവുകളുടെ സേവ് ദ ഡേറ്റ് എടുക്കുക എന്നുള്ള കലാപരിപാടികൾ മുഴുകിയിരിക്കുകയാണ് ഞാൻ. എന്റെ ഇരിപ്പ് എന്തായാലും കുറച്ചു നേരം കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കഥ ആയുമുള്ളിൽ കണ്ടിട്ട് വാ. ഏകദേശം 3 മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ യാത്രയുടെ തുടക്കം. ദേരുന്ന് കറക്കണ ആളക്കണ്ട, അതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. പോകുന്ന വഴി മുഴുവൻ കാടാണെങ്കിലും എനിക്കൊരു വനമായിട്ടാണ് തോന്നിയത്. എന്റെ തമാശ കൂടുന്നുണ്ടല്ലേ. ആരും പേടിക്കണ്ട, കല്യാണ ചെറുക്കനൊന്നും മുള്ളാൻ പോയതാണേ. ഇവിടെ ഇരുന്ന് എക്സ്പ്രഷൻ ഇട്ട് കുഞ്ചാക്കോ പോകാൻ ശ്രമിക്കുന്ന ഈ ചേട്ടനില്ലേ, ഈ ചേട്ടനാണ് നമ്മുടെ പരിപാടിക്ക് കൊണ്ടുപോകണേട്ടാ. പോകുന്ന വഴി നല്ലൊരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിർത്തി ഫോട്ടോ എടുത്ത് തുടങ്ങാൻ തീരുമാനിച്ചേട്ടാ. പിന്നെ നമ്മുടെ ഈ കുഞ്ചാക്കോ തന്നെയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. പരിപാടി തുടങ്ങി 2 മിനിറ്റ് ആയപ്പോഴത്തേക്കും കുഞ്ചാക്കോ ചേട്ടൻ പറഞ്ഞു തുടങ്ങി, മുട്ടിക്കുക നിങ്ങൾ മൂക്ക് മുട്ടിക്കുക. എനിക്ക് മുട്ടിക്കാൻ ഈ കുട മാത്രമേ ഉള്ളല്ലോ ഈശ്വര. അവിടുത്തെ പരിപാടി ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന സ്ഥലത്തേക്ക് കണ്ട. ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് സ്വിറ്റ്സർലാൻഡിൻ കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഈ സ്ഥലത്ത് ലൊക്കേഷൻ കിട്ടും. ഒരു അറിയിപ്പുണ്ട്, നോക്കി കിടന്നതിൽ കാലേ കാണാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ദേ ഇവിടെ നോക്കുക, ചവിട്ടുമ്പോ ഇങ്ങനെ പൊങ്ങി വരും. ആഹാ നല്ല രസം. ചെറുക്കനും പെണ്ണും ഒന്ന് കറങ്ങിക്ക്, അത് കൊള്ളാല. ആ ചെറുക്കനും പെണ്ണും ഒന്ന് ഓടി വന്ന്, ആഹാ ഇതും കൊള്ളാല. ഇനി കുറച്ചു നേരം അങ്ങോട്ട് കിടന്നേ, ആഹാ എന്ത് രസം. കുഞ്ചാക്കോ ചേട്ടനോട് പണി നടത്തുമ്പോൾ ഞാനിവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കണ്ട. നമുക്ക് ഇതെല്ലാം രസം. സംഭവം കുഞ്ചാക്കോ ചേട്ടൻ എന്റെ ചങ്ങാതിയും അതുപോലെ തന്നെ എന്റെ ആശാനും കൂടെ ഉണ്ടാ ഫോട്ടോഗ്രാഫിയുടെ. അധികം വൈകാണ്ട് തന്നെ വലിയ മഴ വന്നു കഴിഞ്ഞപ്പോ പരിപാടി നിർത്തി വീട്ടിൽ പോകാൻ തീരുമാനിച്ചേട്ടാ. നാളെ പുതിയ കഥയായിട്ട് വരാം. ഞാനെന്നാ പോയി കാലേപ്പറ്റി ചാണകം കഴിക്കട്ടെ.